പാർട്ട് 2. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സസൈസ് ബൈ മൃദു. അപ്പോൾ ലീല പാലസിൽ നടക്കുന്ന വെഡിങ് സെറമണിയുടെ പാർട്ട് 2 ആണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഗ്രൂമിനെ ഇവിടെ മാലയൊക്കെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ചടങ്ങ് എന്താണെന്നറിയോ? ബ്രൈഡിനെ വെൽക്കം ചെയ്ത് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത് കാണാം അല്ലേ. പക്ഷേ എനിക്ക് ഫോക്കസ്ഡ് ആയിട്ട് ബ്രൈഡിനെ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കത് അത്രയും ക്ലോസപ്പിൽ കാണാൻ പറ്റിയിട്ടില്ല. സ്ക്രീനിൽ വളരെ വ്യക്തമാണ്. സ്ക്രീനിൽ കാണുമ്പോഴാണ് നമുക്ക് ലൈവായിട്ട് കാണുന്നതിന് തുല്യമായിട്ട് തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡപം 3 മണ്ഡപമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രലിലുള്ള മണ്ഡപത്തിലാണ് നമ്മുടെ ഗ്രൂം വെയിറ്റിംഗ് ഫോർ ദി ബ്രൈഡ്. അപ്പോൾ ബ്രൈഡ് ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറിയാം ബ്രൈഡ് വരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട്. ഇന്ന് അവിടെ നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിലൂടെ അത്ര വ്യക്തമല്ല, പക്ഷേ എനിക്ക് ആ ഒരു സീക്വൻസ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്ര തന്നെ. അപ്പോൾ ഒരു സിൽവർ ദേവതേനെ പോലെ നല്ല ഡയമണ്ട്സ് ഒക്കെ ഇട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബ്രൈഡ് വരുന്നത്. ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് ബ്രൈഡിനെ ഇങ്ങനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വിനയ സിസ്റ്റേഴ്സിൻ്റെ നല്ല ഒരു ഭക്തിഗാനം, ഭാഗ്യാത ലക്ഷ്മി പാരമ്മ നമ്മ നീ ഭാഗ്യാത ലക്ഷ്മി പാരമ്മ, ആ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസാണ് ഇതെല്ലാം കൂടെയുള്ള ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ബ്രൈഡാണ്. ബ്രൈഡിൻ്റെ ആ ബ്യൂട്ടി കണ്ടോ, ഒരു എന്താ ഒരു ദേവതയൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ. ഡയമണ്ട്സും അതിന് സെറ്റായിട്ടുള്ള കോസ്റ്റ്യൂംസും നെറ്റിച്ചുട്ടി മിട്ടി മാട്ടി ജ്വൽസ് ചോക്കർ എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ടല്ലേ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. മെയ്ഡ് ഫോർ ഈച്ച് അത്. അപ്പോൾ ഞാനിവിടെ ഈ ആംബിയൻസ് എല്ലാം മൈന്യൂട്ടായിട്ടുള്ള ആംബിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വൈബെല്ലാം. അപ്പോൾ എല്ലാവരും നല്ലൊരു എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ സെൽഫി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇനി എന്താണ് ടൈം ദ നോട്ട്, അതായത് നമ്മുടെ താലികെട്ട്. ആ സമയത്ത് നമുക്ക് ഒരു അരിയുടെ ഒരു ചെറിയൊരു പോട്ട്ലി പാക്കറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ താങ്ക് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബ്രൈഡ് റൂമിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ട് അരി ഇതിലിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താലി കിട്ടുന്ന സമയത്ത് ആശീർവദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. നമ്മുടെ ആചാരപ്രകാരം ഒരു താലത്തിൽ ആ സമയമാകുമ്പോൾ എല്ലാവർക്കും നമ്മളെല്ലാവരും അതിന് ഇങ്ങനെ വാരി എടുത്ത് ആശീർവദിക്കുകയാണല്ലോ പതിവ്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ കൈ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട്, സീറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയാണ് താലികെട്ട് നടക്കാൻ പോകുന്നത്. ഇവിടെ കണ്ടോ കുറേ ഗേൾസ്, അതായത് കന്യകുമാർ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അവരെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ബ്രൈഡിൻ്റെ ലുക്കിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇത് കണ്ടോ ഇങ്ങനെ മുടിയൊക്കെ ജട പിന്നി വെച്ചിരിക്കുന്നതും അതിൽ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാട്ടോ ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ബ്ലൗസ്, സാരീസ്, കോസ്റ്റ്യൂംസ്, ഗൗൺസ് എല്ലാം കണ്ടിരിക്കാൻ തന്നെ ഒരു വൈബാണ്. ബ്രൈഡ് ആൻഡ് ഗ്രൂം റെഡി ഫോർ ദ ടൈം ദ നോട്ട്. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലായിരിക്കുകയാണ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാട്ടിൻ്റെ അതേസമയം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്, എല്ലാവരും ഇങ്ങനെ ഫോക്കസ്ഡ് ആണ്. താലി കെട്ടാൻ വേണ്ടി രണ്ടാളും ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളൊക്കെ ആശീർവദിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ പെൺകുട്ടികളെ കാണുമ്പോൾ ബ്രൈഡ് പോലെ ഇരിക്കും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു എല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആന്ധ്രാക്കാരങ്ങനെയാണല്ലോ. അങ്ങനെ താലി കെട്ടി ഫൈനലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതായിരുന്നു എന്നുള്ളത് ഗസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഡിഫോൾട്ട് ആയിട്ടുള്ള മ്യൂസിക് തന്നെ. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. അവർക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട്. ആദ്യമേ ഒരു മാല ഇട്ടു, പിന്നെ താലി കെട്ടി, അങ്ങനെ അവർക്ക് അവരുടേതായ സീക്വൻസിൽ മാലകൾ ചാർത്തുന്നു, പിന്നെ പൂമാല ഇടുന്നു. അങ്ങനെയൊക്കെ പെൺകുട്ടി നല്ല ഒരു സന്തോഷാശ്രു, ഇമോഷണലി കുറച്ച് ടീയേഴ്സൊക്കെ വരുന്നത് കണ്ടു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കും ഇതൊക്കെ കാണുമ്പോൾ ഇമോഷണൽ ഒരു അറ്റ്മോസ്ഫിയറും ഇമോഷണൽ സിറ്റുവേഷൻ ആംബിയൻസ് ഒക്കെയാണല്ലേ. വളരെ നന്നായിട്ട് ദൈവം അവരെ നല്ലവണ്ണം അനുഗ്രഹിച്ച് വളരെ നല്ല കാലം ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഓടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ സദ്യ കഴിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി. അതിനുശേഷമാണ് ഞങ്ങൾ വിഷ് ചെയ്യാൻ വേണ്ടി പോയത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ കോഫിയൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കോഫി 1-2 പ്രാവശ്യമൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫിയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ബ്രൈഡ് ഗ്രൂപ്പ് താഴെ ഇറങ്ങി വന്നു. ഏജ്ഡ് ആയിട്ടുള്ള എൽഡർലി പീപ്പിളുടെ അടുത്തൊക്കെ വന്ന് അനുഗ്രഹം വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കണ്ട ഒരു കാര്യം, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും വളരെ മെച്യൂർഡായിട്ടുള്ള ബ്രൈഡ് ഗ്രൂമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പൊതുവേ കാണുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ഹഗ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കിസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു ഷോ ഓഫ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതൊന്നും കാണാണ്ട് വളരെയധികം ഡീസൻ്റായിട്ട് എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുകൂടി ഉള്ള നല്ലൊരു റിച്വൽസോട് കൂടി നടത്തിയ ഒരു കല്യാണമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല, ജസ്റ്റ് വാട്ട് ഐ ഫെൽറ്റ് ഐ സെഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പാർട്ട് 3യിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ സദ്യ, പക്ക ചെട്ടിനാട് സദ്യ. അതിലേക്ക് നല്ല ഇലയിട്ട് വിളമ്പിയ ചെട്ടിനാട് സദ്യയിലെ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത പാർട്ടിലേക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ